വിശദമായി കടക്കുകയാണ്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒളിവിലുള്ള മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 2 പ്രതികൾ കൂടി പിടിയിൽ. പശ്ചിമബംഗാളിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്ന് രാവിലെ NIA പിടികൂടിയത്. അബ്ദുൾ മദീൻ താഹ, മുസാവിൻ ഹുസൈൻ, ഷാഹേബ് എന്നിവരാണ് കൊൽക്കത്തയിൽ NIAയുടെ പിടിയിലായത്. അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ ആസൂത്രകനെന്നും രാമേശ്വരം കഫേയിൽ IED വെച്ചയാളാണ് മുസാഹിൻ ഹുസൈൻ എന്നും NIA വിശദീകരിച്ചു. কে সাপোর্ট করলো তোমাকে? কে আশ্রয় দিল? তোমার আশ্রয় দাতা কে? কে ওই কে শেল্টার দিয়েছিল তোমাদেরকে? কে শেল্টার দিয়েছিল ভাই তোমাদেরকে? কে শেল্টার দিয়েছিল তোমাদের? কে শেল্টার দিয়েছিল ভাই? কে রেখেছিল സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, സ്ഫോടനം നടന്ന 40 ദിവസത്തിന് ശേഷം മുഖ്യ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. മുഖ്യ ആസൂത്രകനും അതോടൊപ്പം ഈ കഫേയിൽ ഈ സ്ഫോടക വസ്തു കൊണ്ടുവച്ച പ്രതിയുമാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പ്രാഥമികമായും NIA നൽകുന്നത്? ഇവരുടെ ചോദ്യം ചെയ്യൽ സ്വാഭാവികമായും പുരോഗമിക്കുകയായിരിക്കും. ഇവരുടെ സംഘത്തിൽ ആരൊക്കെയുണ്ട്, എന്താണ് ഇവരുടെ പിന്നിലുള്ളത് എന്ന എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ NIA പങ്കുവെക്കുന്നുണ്ടോ? ആര്യ, ബാംഗ്ലൂരിലുണ്ടായ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ 2 മുഖ്യ പ്രതികളെയാണ് ഇന്ന് പുലർച്ചെ NIA അറസ്റ്റ് ചെയ്തത്. അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 പേരാണുള്ളത്. ഇതിൽ ഒന്ന് അബ്ദുൾ മത്തീൻ താഹ, മറ്റൊന്ന് മുസാഫിർ ഹുസൈൻ ഷാഹിബ്. ഇങ്ങനെ 2 പേരാണ് ഉള്ളത്. ഇതിൽ ഒരാൾ മുഖ്യ ആസൂത്രകനാണ്, മറ്റൊരാൾ രാമേശ്വരം കഫേയിൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ചയാളാണ്. ഈ 2 പേരെയുമാണ് പിടികൂടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. വ്യാജ പേരുകളിൽ ഇവർ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നാണ് NIA വൃത്തങ്ങൾ പറയുന്നത്. പ്രധാനമായും പശ്ചിമ ബംഗാൾ പോലീസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഈ മുഖ്യ ആസൂത്രകൻ അബ്ദുൾ മത്തീൻ താഹയാണ് മുഖ്യ ആസൂത്രകൻ. അതായത് ഈ സ്ഫോടനം നടക്കുമ്പോൾ ഇരുവർക്കും ഈ IED കൊണ്ടുവച്ച മുസാഫർ ഹുസൈനും അതുപോലെ തന്നെ അബ്ദുൾ മത്തീൻ താഹയ്ക്കും വിദേശത്ത് നിന്ന് സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനം, ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ IS ബന്ധമുണ്ട് എന്ന ഒരു സ്ഥിരീകരണം കൂടെ NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും അബ്ദുൾ മത്തീൻ താഹ എന്ന് പറയുന്നയാൾ ISISന്റെ ബംഗളൂരു മോഡ്യൂളായ അൽ ഹിന്ദിലെ അംഗമാണ് എന്നൊരു വിവരം NIA ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരുവർക്കും വിദേശത്ത് ബന്ധമുണ്ട്. ഇരുവരും 2 വഴിയിൽ കൂടിയാണ് കൊൽക്കത്തയിലേക്ക് കടന്നത്. അബ്ദുൾ മത്തീൻ താഹ തമിഴ്നാട് വഴിയും, മറ്റേയാൾ അതായത് ഈ സ്ഫോടനം നടത്തിയതിനു ശേഷം ബാംഗ്ലൂർ മെട്രോ പിടിച്ച് അതിനുശേഷം തുംകൂർ വഴി ആന്ധ്രാപ്രദേശിലൂടെയും ഒഡീഷയിലൂടെയുമാണ് കൊൽക്കത്തയിൽ എത്തിയത്. അതിനുശേഷം ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ഇരുവരും വളരെ ഒളിച്ചു താമസിക്കുകയായിരുന്നു, ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നേരത്തെയും ചിലർ അറസ്റ്റിലായിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ തേടിയതിനു ശേഷമാണ് ഈ 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ NIA അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇപ്പോൾ ഈ 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത്. ഇപ്പോൾ അവരെ ബംഗളൂരുവിൽ എത്തിച്ചു. സ്വാഭാവികമായും ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ പോലീസ് കടക്കും. ഏതായാലും മുഖ്യ ആസൂത്രകനാണ് പിടിയിലായിരിക്കുന്നത്. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ IS ബന്ധം ഉണ്ട് എന്നൊരു സ്ഥിരീകരണം കൂടെ NIAയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയാണ്. സുവി, അത് തന്നെയാണ് ബംഗളൂരുവിലെ ഏറെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ, ഒരുപാട് ആളുകൾ ദിനംപ്രതി വരുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ ലക്ഷ്യം വലുതായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിലിപ്പോൾ NIA ISIS ബന്ധം കൂടി സംശയിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം അത് ഏറെയാണ്. ഏത് തരത്തിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ NIA നോക്കിക്കാണുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒപ്പം രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള സ്ഫോടനം നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പദ്ധതികൾ ഈ സംഘം നടത്തിയിട്ടുണ്ടോ എന്നുള്ള തലത്തിലേക്കൊക്കെയും NIA അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ, അല്ലേ?
ആര്യ, തീർച്ചയായും അതിന്റെ ഗൗരവം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ISIS-മായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഇവരുടെ ഒരു ഉദ്ദേശം എന്നത് ഇനി ചോദ്യം ചെയ്യലുകളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നമുക്കറിയാം, മാർച്ച് 1 ഉച്ചയ്ക്കാണ് ഈ രാമേശ്വരം കഫേയിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഒരു IT ഹബ്ബാണ്. IT ഉദ്യോഗസ്ഥരാണ് സാധാരണയായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. വലിയ തിരക്കുള്ള ഒരു സമയമായിരുന്നു. അതിൽ നിരവധി പേർ മരിച്ചു. അതിനുശേഷം സ്വാഭാവികമായും ഒരു വലിയ പ്ലാനിംഗ് ആണ് ഇവർ നടത്തിയിരുന്നത്. ആ പ്ലാനിംഗ് പദ്ധതി പ്രകാരം തന്നെ നിരവധി പേർ മരിച്ചു. വലിയ ആക്രമണത്തിനാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഇവർ മറ്റൊരു തീവ്രവാദ കേസുകളിൽ കൂടെ അംഗമാണ് എന്നൊരു വിവരവും പുറത്തുവരുന്നുണ്ട്. പ്രത്യേകിച്ചും 2020 തീവ്രവാദ കേസുകളിൽ 2020 ഉണ്ടായ ഒരു തീവ്രവാദ കേസിലും ഇവർ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തീവ്രവാദ ബന്ധം നേരത്തെയുണ്ട്. അന്ന് മുതൽ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നയാളാണ്. ഏതായാലും ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട്. 10 ലക്ഷത്തോളം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാലൊന്നും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് രഹസ്യമായ പോലീസിന്റെ NIA-യുടെ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇവരെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ സഹായം തേടിയിരുന്നു. നമുക്കറിയാം, കേരളത്തിലെയും കർണാടകയിലെയും ഉദ്യോഗസ്ഥരുടെ സഹായം കൂടെ NIA ഈ വിഷയത്തിൽ തേടിയിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യ ആസൂത്രകനും അതുപോലെ തന്നെ രാമേശ്വരം കഫേയിൽ സ്ഫോടന വസ്തു കൊണ്ടുവച്ചയാളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരുന്നു ഇവരുടെ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. രാജ്യത്ത് വീണ്ടും വലിയ തരത്തിലുള്ള ഒരു സ്ഫോടനം നടത്താനുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു. മറ്റെന്തൊക്കെ സ്ഫോടനങ്ങളിൽ ഇവർ പങ്കാളികളായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ മുഖ്യ പ്രതികളായ 2 പേരെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് NIA പിടികൂടിയിരിക്കുകയാണ്. പ്രതികളുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ന്യൂസ് 18-ലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. भैया थोड़ा हटाओ, भैया थोड़ा हटिए। सर